മഹാവിഷ്ണുവിന്റെ വലത്തെ കൈയിലെ ഒരു ദിവ്യ ആയുധമാണ് സുദർശന ചക്രം. ഒരു ചക്രത്തിന്റെ രൂപത്തിലുള്ള ഈ ആയുധം ലക്ഷ്യത്തിലേക്ക് പ്രയോഗിക്കുമ്പോൾ അത് ലക്ഷ്യം ഭേദിച്ചതിനു ശേഷം മഹാവിഷ്ണുവിന്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കോമ്പസ് ഉപയോഗിച്ച് കൃത്യമായ അളവിലുള്ള ഒരു വൃത്തം വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഒരേ അളവിലുള്ള 2 ത്രികോണങ്ങൾ വരയ്ക്കുക. പരസ്പരം പിണഞ്ഞു നിൽക്കുന്ന ത്രികോണങ്ങൾ ആയി വേണം വരയ്ക്കാൻ. വൃത്തത്തിന്റെ 4 വശങ്ങളിലും അഗ്നിയെ സൂചിപ്പിക്കുന്ന ഡിസൈൻ വരച്ചു ചേർക്കേണ്ടതാണ്. ബാക്കി ഭാഗങ്ങളിൽ മണിമാലയുടെ ഡിസൈൻ വരച്ചു ചേർത്തതിനു ശേഷം അതിനെ മനോഹരമാക്കാൻ സാധിക്കുന്നു. അതുപോലെ ത്രികോണങ്ങളുടെ മധ്യത്തിലായി വരുന്ന ഭാഗത്ത് വൃത്താകൃതിയിലുള്ള ഒരു പുഷ്പമോ അല്ലെങ്കിൽ ഒരു ഡിസൈനോ വരച്ച് അതിനെ പൂർണ്ണ രൂപത്തിലേക്ക് ആക്കാവുന്നതാണ്. ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു സുദർശന ചക്രത്തിന്റെ അടിസ്ഥാനമായ രൂപമാണ്. എന്നാൽ ഈ അടിസ്ഥാന രൂപത്തിന് മാറ്റം വരാതെ തന്നെ ഒരു ചിത്രകാരന് അയാളുടെ മനോധർമ്മം അനുസരിച്ച് സുദർശന ചക്രം വ്യത്യസ്ത രീതിയിൽ വരയ്ക്കാവുന്നതാണ്. ചുമർ ചിത്രത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് അതിന്റെ വ്യക്തമായ രേഖകൾ ആണ്. രേഖകളുടെ വ്യക്തതയും പൂർണ്ണതയും ആണ് ഒരു ചുമർ ചിത്രത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സുദർശന ചക്രം വരയ്ക്കുമ്പോൾ അതിൻ്റെ രൂപവും അതിൻ്റെ അളവും കൃത്യമായി ഇരിക്കേണ്ടത് ആ ചിത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് അത്യാവശ്യമാണ്. പെൻസിൽ ഉപയോഗിച്ച് കൃത്യമായ ഡ്രോയിങ് വരച്ചതിന് ശേഷം മാത്രം ബ്രഷ് ഉപയോഗിച്ച് അതിനെ തെളിയിക്കേണ്ടതാണ്.